ആത്മായനത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. എല്ലാവരെയും ഭഗവാൻ ആദിപരാശക്തിയും ഭഗവാനും അനുഗ്രഹിക്കട്ടെ. ഞാൻ ജയചന്ദ്രൻ പനയാർ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ശ്രീ പരമേശ്വരനെ കുറിച്ചാണ്. ഈ ജഗത്തിൻ്റെ മുഴുവൻ നാഥൻ, നടരാജമൂർത്തി, ചന്ദ്രശേഖരൻ, അങ്ങനെ കപാലീശ്വരൻ, അങ്ങനെ എന്തു പറഞ്ഞാലും ഗംഗാധരൻ, അങ്ങനെ എന്തു പറഞ്ഞാലും വീണ്ടും വീണ്ടും അനുബന്ധമായി വരുന്ന നാമ ശ്രേഷ്ഠതയുടെ ദിവ്യമായ ദിവ്യശക്തിയായ പ്രപഞ്ചനാഥൻ ശ്രീ പരമേശ്വരൻ ശിവഭഗവാൻ. നമ്മൾ ശിവഭഗവാന്റെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ വടക്കുന്നാഥനെക്കുറിച്ച്. തൃശ്ശൂർ പൂരം എന്ന ലോകവിസ്മയം നടക്കുന്ന സ്ഥലം വടക്കുന്നാഥ ക്ഷേത്രം. ആ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് നിങ്ങളൊന്ന് ചെല്ലണം. പടിഞ്ഞാറോട്ട് ദർശനം, അവിടെ പാദവന്ദനം ചെയ്ത് ഞാൻ സൂചിപ്പിച്ചതുപോലെ അഭിഗമനം, ശരീരവും വസ്ത്രവും ശുദ്ധീകരിച്ച് അമ്പലത്തിൽ കയറാനുള്ള യോഗ്യത. പാദവന്ദനം ചെയ്ത് അകത്തേക്ക് കയറുമ്പോൾ ഇടതുഭാഗത്തായി നമുക്ക് കാണാം ഇലഞ്ഞി നിൽക്കുന്നത്. പഴയ വലിയ ഇലഞ്ഞിയല്ല, അതിന് അത് ഒടിഞ്ഞു വീണതിന് ശേഷം പുതുതായി വന്നതാണ്. ആ ഇലഞ്ഞിയുടെ മൂട്ടിലാണ് തൃശ്ശൂർ പൂരത്തിന് ഇലഞ്ഞിത്തറ മേളം നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ആ ഇലഞ്ഞിത്തറ മേളം നടക്കുന്ന ഇലഞ്ഞിയും കഴിഞ്ഞ് ഇടതുഭാഗത്താണ്. ഒരല്പം കൂടെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു മായികമായ കൂത്തമ്പലം നിൽപ്പുണ്ട്. ഈ കൂത്തമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത, ആ കൂത്തമ്പലത്തിനകത്ത് എവിടെ ദീപം കത്തിച്ചു വച്ചാലും നിഴൽ വീഴില്ല എന്നുള്ളതാണ്. നമ്മളെയൊക്കെ വീട്ടിലൊരു ദീപം കത്തിച്ചു നോക്കൂ, നിഴൽ വീഴില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇത് ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ നടത്താൻ വന്നപ്പോൾ ഇതിനെ ഒന്ന് പരിഷ്കരിക്കണമല്ലോ എന്ന് വിചാരിച്ചു. പലരെയും കൊണ്ടുവന്ന് കാണിച്ചപ്പോഴോ ആർക്കും കയ്യേക്കണില്ല. കാരണം എന്താ? നിഴൽ വീണൂടാ. അതിൻ്റെ നിർമ്മാണം അത്രയ്ക്ക് വൈശിഷ്ട്യമാണ്. ഒടുവിൽ പാലക്കാട്ട് നിന്നൊരാൾ വന്ന് ഏകദേശം 10-20 ദിവസം അതിനകത്ത് അതിൻ്റെ മേൽക്കൂരയിലേക്ക് നോക്കിക്കിടന്ന് ഒടുവിൽ അദ്ദേഹം ഏറ്റു. പുതുക്കി പണിയാൻ തീരുമാനിച്ചു. പുതുക്കി പണിഞ്ഞു നോക്കിയപ്പോഴോ ഒരു ഭാഗത്ത് വിളക്ക് കത്തിക്കുമ്പോൾ നിഴൽ വീഴുന്നു, ബാക്കിയെല്ലാം പഴയതുപോലെ നിഴൽ വീഴുന്നില്ല. അദ്ദേഹത്തിനോട് എല്ലാവരും ചോദിച്ചു, ഇത് ഒരു ഭാഗത്തിങ്ങനെ നിഴലുണ്ടല്ലോ, കുറ്റപ്പെടുത്തുകയല്ല ചെയ്തത്. അപ്പോൾ പറഞ്ഞു, അത് ഭഗവാൻ ഉണ്ടാക്കി, ഇത് ഞാനുണ്ടാക്കി. മനുഷ്യനുണ്ടാക്കുമ്പോൾ അതിലുണ്ടാകുന്ന അത് പൂർണ്ണമാക്കാൻ പറ്റില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു തത്വമാണ്. നമ്മൾ എത്രയൊക്കെ പണിപ്പെട്ടാലും ഭഗവാന്റെ അനുഗ്രഹമനുസരിച്ച് എന്തൊക്കെ ചെയ്താലും ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ട്, ഒരു പാകപ്പിഴ അവിടെ ഉണ്ടായിരിക്കും. അത് തിരിച്ചറിയാൻ വേണ്ടിയാണ്. ആ കുത്തമ്പലവും കഴിഞ്ഞ് അകത്ത് കയറുമ്പം ഭഗവാനിലേക്ക് ചെല്ലുന്നു. നെയ്മലയിൽ കുടികൊള്ളുന്ന ഭഗവാൻ ചന്ദ്രക്കല ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് വാക്കുകൊണ്ടൊന്നും പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പറ്റൂല. കാരണം ഞാനൊരു ചെറിയ മനുഷ്യനാണ്. നിങ്ങൾ തന്നെ ആ ഭഗവാന്റെ മുമ്പ് ചെല്ലുക. നിങ്ങൾക്ക് അനുഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, മുമ്പിൽ മണ്ഡപം നിൽപ്പുണ്ട്, നിങ്ങൾക്ക് അനുഭവം വരുന്ന എന്തെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. എന്തായാലും ഒരു കാര്യം പറയാം, നമ്മൾ ഏത് ശിവക്ഷേത്രത്തിൽ ചെന്നാലും, വടക്കുന്നാഥൻ്റെ അവിടെ ചെന്നാലും, തൃക്കടവൂർ ചെന്നാലും, തിരുവനന്തപുരത്ത് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ചെന്നാലും, അതുപോലെ ഈ കൊല്ലത്ത് രാമേശ്വര ക്ഷേത്രത്തിൽ ചെന്നാലും, തൃക്കടവൂർ ക്ഷേത്രത്തിൽ ചെന്നാലും, കൊട്ടാരക്കര പ്രധാന ദേവനായി കുടികൊള്ളുന്ന ആ ശിവഭഗവാന്റെ ക്ഷേത്രത്തിൽ ചെന്നാലും, എറണാകുളത്തപ്പൻ്റെ ക്ഷേത്രത്തിൽ ചെന്നാലും, നാഗമ്പടത്ത് കോട്ടയം നാഗമ്പടത്ത് ക്ഷേത്രത്തിൽ ചെന്നാലും, ഏത് ശിവക്ഷേത്രത്തിൽ ചെന്നാലും ഉരുവിടേണ്ട മൂലമന്ത്രം ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഓരോ ദേവനും ദേവിക്കും മൂലമന്ത്രമുണ്ട്. ശിവൻ്റെ മൂലമന്ത്രം ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. എൻ്റെ പ്രിയമുള്ള ഭക്തജനങ്ങളെ, ദിവസം ഉറക്കമൊന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഏറ്റവും കുറഞ്ഞത് 9 പ്രാവശ്യം, കിടക്കാൻ സമയത്ത് ഏറ്റവും കുറഞ്ഞത് 9 പ്രാവശ്യം, 108 പ്രാവശ്യം ചൊല്ലുന്നവരുണ്ട്, 1008 പ്രാവശ്യം ചൊല്ലുന്നവരുണ്ട്, 10,008 പ്രാവശ്യം ചൊല്ലുന്നവരുണ്ട്, അതിനും അപ്പുറം കണക്ക് കൂട്ടാൻ കഴിയാത്ത തരത്തിൽ ചൊല്ലുന്നവരുണ്ട്. നമശിവായ എന്ന മന്ത്രം, ന എന്നാൽ ഭൂമി, മാ എന്നാൽ വെള്ളം, ഷി എന്നാൽ അഗ്നി, വാ എന്നാൽ വായു, യാ എന്നാൽ ആകാശം. ഇതാണ് നമശിവായ.
ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര 5 അക്ഷരത്തിൽ പഞ്ചാക്ഷരി, നമശിവായ പഞ്ചാക്ഷരിയാണ്. ആ 5 അക്ഷരത്തിൽ കാണിച്ചിരിക്കുന്ന ആ മായിക മന്ത്രം, മന്ത്രം എന്നാൽ അതിൻ്റെ അർത്ഥം മനനാൽ ത്രായതേ ഇതി മന്ത്ര, ചൊല്ലുന്ന ആളിൻ്റെ മനസ്സിനും ആത്മാവിനും മോക്ഷം കൊടുക്കുന്നത് ഏതോ അതാണ് മന്ത്രം. അവിടെ എവിടെയാണോ പോകുന്നത് ആ മന്ത്രം ജപിക്കുന്ന നമ്മൾ എന്ത് ചെയ്യുന്നു? മോക്ഷപ്രാപ്തിയിൽ കൊണ്ടുപോകുന്നു. പറഞ്ഞതുപോലെ വിഗ്രഹം പ്രതിഷ്ഠിക്കുമ്പോൾ ജപിച്ചു ഉരുവിട്ട മന്ത്രം, ശിവക്ഷേത്രം നമശിവായ മന്ത്രം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നാ ഭൂമി, മാ വെള്ളം, ഷി അഗ്നി, വാ വായു, യ ആകാശം. ഇതാണ് നമശിവായ. നമശിവായ 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 നമശിവായ. ഒരു തരത്തിലുള്ള ക്ലേശവും നമ്മുടെ മനസ്സിലുണ്ടാവില്ലേ? ഇപ്പോൾ ഒരുപാട് കാര്യത്തിലൊക്കെ പെട്ട് ആവശ്യമില്ലാത്ത ലഹരികളും മറ്റുമൊക്കെ കുടിച്ച് മാണ്ട് കിടക്കുന്നവരൊക്കെ ഒരു 9 പ്രാവശ്യം ഇതൊന്ന് ജപിച്ചു നോക്കൂ, എത്ര മെഡിസിനാണെന്ന് അപ്പോഴും ബോധ്യപ്പെടും. നമശിവായ 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 എന്ന മന്ത്രം, മൂലമന്ത്രം ജപിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ പ്രദക്ഷിണം ഒരിക്കലും ശിവക്ഷേത്രത്തിൽ പൂർണ്ണ പ്രദക്ഷിണമില്ല. അർത്ഥചന്ദ്രാകൃതിയിൽ 3 പ്രദക്ഷിണം. നമ്മൾ ചെല്ലുമ്പോൾ അറിയാം, വടക്ക് ഭാഗത്തൊരു ഓവ് കാണും. ആ ഓവ് വരെ പോയിട്ട് തിരിച്ചു വരണം, വീണ്ടും പോകണം, അങ്ങനെ 3 പ്രാവശ്യം. എന്താ ഈ ഓവ്? ആ ഓവ് എന്ന് പറയുന്നത് ഗംഗാധരൻ, ഗംഗയെ ധരിച്ചിരിക്കുന്നവനാണ് ഭഗവാൻ. ആ ഗംഗയാണ് വടക്കോട്ട് ഒഴുകിപ്പോകുന്നത്. ഭാരതത്തിൻ്റെ ദാർശനിക വിശ്വാസമനുസരിച്ച് ഗംഗയെ മുറിച്ച് കടന്നുകൂടാ. ഇന്നുവരെ ആരും മുറിച്ച് നീന്തി കയറിയിട്ടില്ല. ആ ഗംഗയെ മുറിച്ച് കിടക്കുന്നത് പാപമാണ്. അതുകൊണ്ട് ഭഗവാന്റെ ശിരസിൽ നിന്നൊഴുകുന്ന ആ ഗംഗ ഏതൊരു ക്ഷേത്രത്തിലും വടക്ക് ഭാഗത്ത് കുടികൊള്ളുമ്പോൾ ആ ഗംഗയെ മുറിച്ച് കടന്നുകൂടാ. അവർ ചെറിയ പ്രതീക ശിവലിംഗം പോലെ വച്ചിട്ടുണ്ട്. അതാണ് നമശിവായ മന്ത്രം ജപിച്ചുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പദാനുപദമായി 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യണം. പദാനുപദമായി 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്തിട്ട് ഭഗവാന്റെ മുമ്പിൽ വരണം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ദാ ഇങ്ങനെ പകുതി പിരിഞ്ഞ താമര പോലെ പ്രാർത്ഥിക്കണം. നെഞ്ചിലെ താമരയോട് ഹൃദയത്തിനോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. നമശിവായ 9 പ്രാവശ്യം എങ്കിലും പ്രാർത്ഥിക്കണം. അടുത്തതേതാ? ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനാം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. എന്താ പറയണേ? ഇവിടെ ഒരു വാക്ക് മാത്രം അർത്ഥം പറയുമ്പോൾ 4 വരിയിലും അർത്ഥം കിട്ടിക്കോളും. ശിവം എന്ന വാക്കിനർത്ഥം മംഗളകരം. നമ്മുടെ ജീവിതത്തിന് മുഴുവൻ ഏറ്റവും കൂടുതൽ ലളിതമാക്കി തരുന്ന ഭഗവാനാണ് ശിവൻ. നമ്മുടെ മനസ്സിൻ്റെ ഭാരം ഒഴിവാക്കി തരുന്നതാണ് സദാശിവം. കിഴക്ക് സൂര്യൻ ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു, രണ്ടും അദ്ദേഹത്തിൻ്റെ ശിരസി ഇരിപ്പുണ്ട്. നദികളൊക്കെ ഒഴുകുന്നു, അത് അദ്ദേഹത്തിൻ്റെ ശിരസി ഇരിപ്പുണ്ട്. ഇവിടെ കാണുന്ന എല്ലാം അട്ടിച്ച് ഇടിമിന്നൽ വരുന്നു, വല്ലാത്ത ശബ്ദം കേൾക്കണു, പുഴകൾ ഒഴുകണു, സമുദ്രം അടിച്ചുയരുന്നു. ഇതിനെല്ലാം ക്രമപ്പെടുത്തി നമുക്ക് വേണ്ട തരത്തിലാക്കി തരുന്ന സദാശിവം. ആരാ? ശിവഭഗവാനാണിതൊക്കെ. ഇല്ലെങ്കിൽ കിണറ്റിനകത്ത് വെള്ളം തീർന്നു, പിന്നെ അടുത്ത ദിവസം നോക്കുമ്പോൾ 1 തൊടി വെള്ളം ഉണ്ടെന്ന് നമ്മുടെ അമ്മച്ചി പറയണു. ഇതെവിടെ നിന്നാണ് ഈ 1 തൊടി വെള്ളം കൊണ്ടുവന്നത്? ഈ പുഴകളിലൂടെയൊക്കെ ഈ വെള്ളം ഒഴുകിപ്പോകുന്നത് എവിടെയാ? സമുദ്രത്തിൽ ഈ അടിച്ചുയരുന്ന തിരമാലകൾ എവിടെ നിന്നാണ് ഉണ്ടാക്കിയത്? ഹിമാലയം എന്ന് പറയുന്ന അതിൻ്റെ ഹിമവാനാണല്ലോ. ആ ഹിമാലയത്തിന് ഈ ഹിമവാൻ എങ്ങനെയുണ്ടായി? ആലോചിച്ച് നോക്കണം. താർ മരുഭൂമിയുള്ള സ്ഥലത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ വെള്ളമുള്ള സ്ഥലവും. ഇതൊക്കെ എങ്ങനെ ഉണ്ടാകുന്നു? ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ടാണ് സദാശിവം. എപ്പോഴും നമ്മുടെ പ്രപഞ്ചത്തിനെ ഇന്നലെ കിടന്നുറങ്ങിയതുപോലെയല്ല നമ്മൾ ഇന്നുണരുമ്പോൾ നമ്മുടെ മനസ്സ് ഇന്നെങ്കിലും ഒന്ന് സന്തോഷമായിട്ട് നിൽക്കണം വീണ്ടും. അപ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓം നമശിവായ 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 ഉണരുമ്പോൾ ചൊല്ലണം, കിടക്കുമ്പോഴും നമശിവായ മന്ത്രം ജപിക്കണം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ഇതൊക്കെ എഴുതി പഠിക്കണം. ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം. അടുത്ത മന്ത്രം സത്യത്തിൽ ഒരു കുഞ്ഞായിട്ടിരിക്കുന്നവരെ വരെ രക്ഷകർത്താക്കളും പഠിച്ച് അധ്യാപകരും പഠിപ്പിച്ച് അയൽപക്കത്തുള്ളവരും കൂടെ ചേർന്നിരുന്നു പഠിച്ച് ജപിക്കേണ്ട ഒരു മന്ത്രമാണ് മൃത്യുഞ്ജയ മന്ത്രം.
മൃത്യുഞ്ജയൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീ പരമേശ്വരൻ, മരണത്തെ ജയിച്ചവൻ. അതെന്താ പറയണേ? ഓം ത്രംബകമജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുഹമിഹ ബന്ധനാത് മൃത്യോർമുക്ഷീയമമൃതാത്. ഓം ത്രംബകമജാമഹേ, ത്രംബകം മൂക്കണ്ണൻ, 3 കണ്ണുള്ളവൻ. യജാമഹേ, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ യജമാനനെ. ഓം ത്രംബകമജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം, എൻ്റെ സുഗന്ധം, സുഗന്ധം എന്ന് പറഞ്ഞാൽ പെർഫ്യൂമല്ല, എൻ്റെ ചൈതന്യം. സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുഹമിഹ ബന്ധനാത്, ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും. ചിലർ എന്തിനിറങ്ങിയാലും തടസ്സമാണ്, കൈ കിട്ടുന്നത് കയ്യിൽ നിന്ന് പോവും. ഉർവാരുഹമിഹ ബന്ധനാത്, തടസ്സങ്ങളെ മാറ്റി. മൃത്യോർമുക്ഷീയമമൃതാത്, മരണഭയം മാറ്റി. എനിക്ക് അമൃതശക്തി തരണേ എന്നാണ് പ്രാർത്ഥന. അതാണ് മൃത്യുഞ്ജയ മന്ത്രം. ഈ മന്ത്രം കൃത്യമായി ജപിച്ചൊരാളുണ്ട്, ഒരു കൊച്ചു പയ്യൻ, മാർക്കണ്ഡേയൻ. 14 വയസ്സ് വരെ ആയുസുള്ളൂ. 14 വയസ്സായപ്പം ചിത്രഗുപ്തനും കാളയും ഒക്കെ ആയിട്ട് യമധർമ്മരാജാവ് വന്നു. മാർക്കണ്ഡേയൻ്റെ അടുത്ത് പറഞ്ഞു വണ്ടി കയറാൻ. മാർക്കണ്ഡേയൻ പറഞ്ഞു എനിക്ക് സൗകര്യമില്ല. നിന്നെ കൊണ്ടുപോകാനാണ് വന്നത്, നിനക്ക് ആയുസ് കഴിഞ്ഞിരിക്കുന്നു, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞേക്കും. നമ്മളെ പറഞ്ഞയച്ചതാരെന്നറിയോ? ആരാ? ശിവഭഗവാൻ. ആ ശിവഭഗവാന്റെ അടുത്ത് എന്നെ ചെന്ന് പറഞ്ഞേക്കൂ, എനിക്ക് വരാൻ മനസ്സില്ല, സൗകര്യമില്ല എന്ന് പറയാൻ പറഞ്ഞു. ചെന്നു ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, ഒരു അഹങ്കാരിയായ പയ്യൻ, അവൻ വന്നിട്ട് പറയാൻ എനിക്ക് സൗകര്യമില്ല വരാൻ, ആദ്യമായിട്ടാണ്. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, അവൻ്റെ പേരെന്താ? മാർക്കണ്ഡേയൻ. അവൻ്റെ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചോദിച്ചു, അതെന്താ ഒന്നും ചെയ്യാൻ പറ്റാത്തേ? അവ എന്നെ വരച്ച വരെ നിർത്തിയിരിക്കുകയാണ് മൃത്യുഞ്ജയ മന്ത്രം ജപിച്ച്. ഓം നേരമങ്ങോട്ട് പുലരുന്നത് തൊട്ട് ഓം ത്രംബകമജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുഹമിഹ ബന്ധന മൃത്യോർമുക്ഷീയമമൃതാത്, ശിവലിംഗത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് അഭിഷേകം ചെയ്തുകൊണ്ട് മാർക്കണ്ഡേയൻ അങ്ങനെ ജപിച്ച് അവസാനം ഭഗവാൻ എങ്ങനെ ചലിക്കണമെന്ന് പോലും തീരുമാനിക്കുന്ന തരത്തിൽ മാർക്കണ്ഡേയനും ഭഗവാനും തമ്മിലൊരു ബന്ധമുണ്ടായി. മരണത്തെ മാറ്റി നിർത്തി. അതാണ് ആ മന്ത്രത്തിൻ്റെ വൈശിഷ്ട്യം. ഒരുപാട് ശാസ്ത്രം പുരോഗമിച്ചിരിക്കുന്ന ഈ സമയത്ത് ഇതും കൂടി വേണ്ടാന്ന് പറയണില്ല, ഇതും കൂടി ചൊല്ലി നോക്കൂ. കൃത്യതയോടെ ഇതൊക്കെ ചൊല്ലി ജീവിതത്തിനെ ഏറ്റവും സമ്പൂർണ്ണ സുരഭിലമാക്കി ജീവിക്കുന്ന എത്രയോ ഭക്തജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? പക്ഷേ നമ്മൾ അതിലൂടെ ആത്മായനം, ഞാൻ പറഞ്ഞതുപോലെ ആത്മാവ് കൊണ്ട് സഞ്ചരിക്കണം. അപ്പോൾ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഓം ത്രംബകമജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുഹമിഹ ബന്ധന മൃത്യോർമുക്ഷീയമമൃതാത്. ഈ മന്ത്രം ജപിക്കണം. ഈ മന്ത്രം കൃത്യമായിട്ട് ജപിക്കണം. ഓം നമഃശിവായ മന്ത്രം ജപിക്കണം. പഞ്ചഭൂതങ്ങൾ സർവ്വതിൽ ലയിച്ചിരിക്കുന്ന മന്ത്രം, സർവതരത്തിലുള്ള ദോഷങ്ങളെയും അകറ്റുന്ന മന്ത്രം, സർവ ദുർശക്തിയെയും അകറ്റുന്ന മന്ത്രം, സർവ ദുസ്വപ്നങ്ങളെയും അകറ്റുന്ന മന്ത്രം, സർവ ശത്രുക്കളെയും സംഹരിക്കുന്ന മന്ത്രം, നമുക്ക് ഏറ്റവും കൂടുതൽ ചൈതന്യം തരുന്ന മന്ത്രം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം. എപ്പോഴും നമ്മുടെ ജീവിതത്തെ മംഗളകരമാക്കി തരുന്ന മന്ത്രം. അതുപോലെ മൃത്യുഞ്ജയ മന്ത്രം, മരണത്തിൽ നിന്നുപോലും അനിശ്ചിതാവസ്ഥയിൽ നിന്നുപോലും നമ്മളെ രക്ഷിച്ച് എപ്പോഴും ചൈതന്യപൂർണമാക്കി തരുന്ന മാർക്കണ്ഡേയൻ്റെ കഥ കൂടി നമ്മൾ മനസ്സിൽ വയ്ക്കണം. അങ്ങനെയുള്ള മന്ത്രവും ശിവക്ഷേത്രത്തിൽ ജപിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പുറത്തേക്ക് വരേണ്ടത്. ഒറ്റ കാര്യം കൂടി പറയാം. അങ്ങനെ വടക്കുന്നാഥൻ്റെ ക്ഷേത്രത്തിൽ ചെന്ന് ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് കിഴക്കോട്ട് നോക്കുമ്പോൾ പാർവതീ ദേവി ഇരിപ്പുണ്ട്. അതുപോലെ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ പടിഞ്ഞാറോട്ട് ശിവഭഗവാന്റെ പടിഞ്ഞാറോട്ട് പാർവതീദേവി ഇരിക്കുന്നത് പോലെ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പടിഞ്ഞാറോട്ട് ഭഗവാനും കിഴക്കോട്ട് ആരും ഇരിക്കുന്നു? പാർവതീദേവിയും ഇരിക്കുന്നു. രണ്ടുപേരും അർദ്ധനാരീശ്വര സങ്കല്പമാണ്. പല ക്ഷേത്രങ്ങളിലുമുണ്ട്. മംഗല്യഭാഗ്യത്തിന്, കുട്ടികൾ സന്താന സൗഭാഗ്യത്തിന്, സന്താന ലബ്ധിക്ക്
ഒക്കെ തന്നെ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ ചെന്ന് മംഗല്യപൂജയും ഭാഗ്യസൂക്തവും ഒക്കെ നടത്തുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം അത്ഭുതപ്പെടുത്തുന്നതാണെന്ന് എല്ലാ ഭക്തജനങ്ങളും മനസ്സിലാക്കണം. അങ്ങനെ വിധിപ്രകാരം പഞ്ചാക്ഷരി ജപിച്ച് മറ്റ് നാമമന്ത്രങ്ങൾ ജപിച്ച് ഭഗവാനെ ഓരോ സമയവും ഓരോ നിമിഷത്തിലും ഓരോ ശ്വാസഗതിയിലും ഭഗവാനെ ജപിച്ചുകൊണ്ട് ജീവിച്ചാൽ ഉണ്ടാകുന്ന ഫലം വാക്കുകൾക്കും ചിന്തകൾക്കും ഒക്കെ അപ്പുറമാണെന്ന് എൻ്റെ ബഹുമാന്യരായ ഭക്തജനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.